ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ ഉണ്ടായ തീപിടുത്തം ഇപ്പോഴും പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കൂനയിൽ നിന്ന് മറ്റൊരു പ്ലാസ്റ്റിക് കൂനയിലേക്ക് തീ പടർന്നു പിടിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഫയർഫോഴ്സിന്റെ നിങ്ങൾ കാണുന്ന ഒരു ബ്രഹ്മപുരമൊന്നും അല്ല, ഇന്ന് കാണുന്ന ബ്രഹ്മപുരമൊന്നും അല്ലായിരുന്നു. നമ്മുടെ ബ്രഹ്മപുരം അപ്പം ഞങ്ങളുടെ പഴയ ചെല്ലിപ്പാടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അവിടെ ഒരു 3 പുഴകൾ സംഗമിക്കുന്ന സ്ഥലമാണ്. മനക്കപ്പുഞ്ചയും ചിത്രപ്പുഴയും കടമ്പ്രയാറും കൂടി സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് ഞങ്ങൾ പണ്ട് മീൻ പിടിക്കാൻ പോകുമ്പോഴും അതുപോലെ തന്നെ പുല്ല് മുറിക്കാൻ പോകുന്ന സമയത്തൊക്കെ വെള്ളം പോലും കൊണ്ടുപോകാറില്ല. ആ പുഴയിലെ വെള്ളം കോരി കുടിച്ചാണ് ഞങ്ങൾ ദാഹിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ജീവിക്കാൻ ഇത്ര ഒരു പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമില്ല. ഇതാണ് എൻ്റെ വീട്. 42 വയസ്സ് വരെ ഞാൻ ഇവിടെ ജനിച്ച് വളർന്ന ആളാണ്. എൻ്റെ ഓർമ്മയിൽ ഏറ്റവും നല്ലൊരു മനോഹരമായ ഒരു അന്തരീക്ഷമായിരുന്നു അന്നത്തെ കാലം. ശുദ്ധവായു, ശുദ്ധവെള്ളം, വഴി, വെളിച്ചം എല്ലാമുള്ള ഒരു ചെറിയൊരു ഗ്രാമമായിരുന്നു. ഞങ്ങളിവിടെ 57 കുടുംബക്കാരുണ്ടായിരുന്നു. 95-ലാണ് എടപ്പള്ളി ഒരു റിയൽ എസ്റ്റേറ്റ് പാർട്ടിയാണ് ഈ സ്ഥലം ഏറ്റെടുക്കുന്നത്. അത് മുഴുവനും ആ പ്ലാന്റിരിക്കുന്ന ഏരിയയാണ് 25 ഏക്കർ അവർ ഏറ്റെടുക്കുകയും അത് കോർപ്പറേഷന് സെൻറ്റിന് 9,000 രൂപ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇവിടെ 10-20 വീട്ടുകാർ കോർപ്പറേഷനായിട്ടുള്ള ധാരണയിൽ കോർപ്പറേഷൻ സ്ഥലം കൊടുത്ത് അവർ ഒഴിഞ്ഞു പോവുകയും ചെയ്തു. അത് കഴിഞ്ഞാണ് ഞങ്ങളെ ഇവിടുന്ന് തല്ലി ഓടിക്കുന്ന രീതിയിൽ മാലിന്യം കൊണ്ടുവന്ന് ഇവിടെ അടിക്കുകയും ഇവിടെ താമസിക്കാൻ ശ്വസിക്കാനും ഒന്നും ഒരു ഇതില്ലാത്ത രീതിയിലായിരുന്നു കോർപ്പറേഷൻ ഇവിടെ വേസ്റ്റ് അടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വന്നാണ് ഞങ്ങൾ 2009 നോട്ടിഫിക്കേഷനിൽ ഞങ്ങൾ ഈ 56 കുടുംബക്കാരെ ഒഴിവാക്കി. 2010 മാർച്ച് 31-ാം തീയതി ഞങ്ങളിവിടുന്ന് ഒഴിവാക്കി. ഞങ്ങളിവിടുന്ന് വേറെ മാറി താമസിക്കുകയാണ് ചെയ്തത്. ഇവരൊക്കെ ന്യൂ ജനറേഷനാണ്. ഇവരൊന്നും ആ സ്ഥലം കണ്ടിട്ടുമില്ല. അവർക്ക് അതിനെപ്പറ്റി അറിയാനും പാടില്ല. ഇപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ കൊണ്ടുപോയി കാണിക്കാറുണ്ട്. അപ്പോൾ ഇവർക്ക് ഭയങ്കര അത്ഭുതമാണ് ആ സ്ഥലം. ചുറ്റും പുഴയും നല്ല ഇതൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഈ മാതിരി വേസ്റ്റും പ്ലാസ്റ്റിക്കൊക്കെ കൊണ്ടുവന്നിട്ടേക്കണ കാണുമ്പോൾ തന്നെ ഇവർക്ക് തന്നെ ഇപ്പോൾ താല്പര്യമില്ല അങ്ങോട്ട് പോകാൻ. കാരണം മണവും ഇതൊക്കെ ആയിട്ട്. ഇവർ ആദ്യമൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ പോകുന്ന ആ ടൈമിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷം. എല്ലാ ഞായറാഴ്ചയും ഇവർ പറയുമായിരുന്നു നമുക്ക് ചെല്ലിപ്പാടം പോകാൻ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം മൊത്തമായി. ആദ്യമേ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്കൊന്നും ഇട്ടുണ്ടായില്ല, പ്ലാന്റ് ഏരിയയിൽ മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ ഇപ്പം എടുത്ത സ്ഥലം മൊത്തം മാലിന്യമാണ്. അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലാനേ പറ്റില്ല. അവിടെ നല്ല വെള്ളം, ഞങ്ങളുടെ റോഡ് സൈഡ് നല്ല വെള്ളം വേനൽ പിടിച്ചാലും പറ്റൂല. ഞങ്ങളുടെ കടമ്പ്രപ്പുഴ ഞങ്ങൾ കുളിക്കാനും അലക്കാനും എല്ലാത്തിനും അതിനാണ് പോണേ. പുഴയിലാണ് ഞങ്ങളുടെ ഇത്. മീൻ പിടുത്തവും എല്ലാം അവിടെയാണ്. കക്ക വാരൽ, മീൻ പിടുത്തം. വേനൽ പിടിച്ചാൽ പിന്നെ പിള്ളേർക്കൊക്കെ അതാ ജോലി. ഞങ്ങൾ മീനൊന്നും കാശ് കൊടുത്ത് മേടിക്കില്ല, നല്ല മീൻ തന്നെ കഴിക്കുള്ളൂ. പുഴ മീൻ മാത്രമേ കഴിക്കുള്ളൂ. ചാളയൊക്കെ കൊള്ളൂലെന്ന് പറഞ്ഞ് മേടിക്കൂല. ഞങ്ങൾ വലയുണ്ടായി, വല ഇട്ട് മീൻ പിടിക്കുന്ന ആൾക്കാർ, മത്സ്യത്തൊഴിലാളിയാണ്. ഇഷ്ടംമാതിരി തേങ്ങ, ചക്ക, വാളംപുളി, കൊടംപുളി ഇങ്ങനെയുള്ള സാധനം ഒന്നും കാശ് കൊടുക്കാതെ ഞങ്ങൾക്ക് കഴിയാം. അങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. കല്യാണം പോലും വരില്ലായിരുന്നു. ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും അവരുടെ ഈച്ച ശല്യവും മണവും കാരണവും ബ്രഹ്മപുരത്തു നിന്നാണെന്ന് പറയുമ്പോൾ ആർക്കും കല്യാണം വേണ്ട. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കല്യാണാലോചനകൾ വന്നിട്ടും അവരൊക്കെ ഈ പ്ലാന്റ് ഉള്ളതിൻ്റെ പേരിലും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് കല്യാണം മുടങ്ങിപ്പോയ ഒരുപാട് ഇതുണ്ട്. അതുപോലെ തന്നെ കല്യാണത്തിന് എൻ്റെ കല്യാണത്തിന് എൻ്റെ അനിയൻ്റെ കല്യാണത്തിന് ഇതുപോലെ തന്നെയായിരുന്നു. ഈച്ചയായിട്ട് ലാസ്റ്റ് ഭക്ഷണം വന്ന ആളുകൾ കഴിക്കാണ്ട് നമ്മൾ കുഴിച്ചു കൊണ്ടൊരു അവസ്ഥ വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്ലാന്റ് ഇവിടെ നിന്ന് പറഞ്ഞാൽ 50 മീറ്ററേ ഉള്ളൂ. ഉച്ചയാകുമ്പോഴത്തേക്കും ഈച്ചയെല്ലാം വന്ന് മണമായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാതെ ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ താമസിക്കുന്ന സമയത്ത്. ഒരു കൈ ഇങ്ങനെ പൊത്തിപ്പിരിക്കണം നമ്മളതിനെ കഴിക്കണമെങ്കിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയത്ത് നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. നമ്മളപ്പോൾ എഴുന്നേറ്റ് പോവുക ചെയ്യാറ്.
അന്ന് ഈ പ്ലാന്റ് പണിയുന്നതിന് മുമ്പ് എഞ്ചിനീയർ വന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പ്ലാന്റിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സുഖമായിട്ട് ഇരുന്ന് ഇലയിടാതെ തറയിൽ ഭക്ഷണം ചോറ് ഇട്ട് കഴിക്കാമെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ആ പ്ലാന്റ് കണ്ടായിരിക്കുമല്ലോ. ആ ഏരിയയിൽ പോയിട്ട് എനിക്ക് തോന്നുന്നത് വീട് അവിടെ നിന്ന് അപ്പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഓപ്പറേഷൻകാർ ഈ സാധനം കൊണ്ടുവന്നിട്ടേ പിന്നെ തുടങ്ങി അവിടെ കിടക്കാൻ പറ്റുള്ള ശ്വാസം മുട്ടും പിള്ളേർക്കൊക്കെ എപ്പോഴും രാത്രി ആംബുലൻസ് വിളിച്ച് മിക്ക ദിവസങ്ങളിൽ ആശുപത്രിയിൽ കൊണ്ടുപോക്കാറുണ്ട്. അതുപോലെ എല്ലാവർക്കും പിന്നെ ഡോക്ടർമാരൊക്കെ വന്ന ഇതിൻ്റെ അന്നേരം ഞങ്ങളുടെ കൈയൊക്കെ പൊട്ടി ഇങ്ങനെ തൊലിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ചെറുക്കന്മാരെല്ലാം രാത്രി ഉറക്കൊഴിഞ്ഞിരിക്കും, രാത്രി വേസ്റ്റ് വന്ന് അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രാത്രി ഇരിക്കും. അങ്ങനെ എന്നിട്ടൊന്നും അവർ വണ്ടി കൊണ്ടുന്നില്ല. ലാസ്റ്റാണ് അവർ വണ്ടി ചതിയാപ്പുറത്ത് വണ്ടി വന്നത്. ഞങ്ങൾ പറ്റിയില്ല, ഞങ്ങൾ പോലീസുകാരോട് കൂടിയല്ല സാധനം വന്നത്. പിന്നെ നമ്മൾ അങ്ങോട്ട് അറസ്റ്റ് ചെയ്യും, അവർ സാധനം കൊണ്ടുപോയി തക്കും. പിന്നെ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ കുടിക്കാൻ വന്നിരിക്കുന്ന സമയത്തായിരിക്കും വണ്ടി കൊണ്ടു നാറിയിട്ട് ആ ഭാഗത്ത് ഞങ്ങളുടെ മുറ്റത്ത് തന്നെ പിള്ളേർ ഇത് തല കറങ്ങി ഛർദ്ദിച്ച് അപ്പം തന്നെ വണ്ടിക്ക് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി. ഇവിടെയായിരുന്നു അന്ന് സമരപ്പന്തലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ കൂടിയിരുന്ന് സമരം ചെയ്യുമായിരുന്നു. പിന്നെ മാലിന്യ വണ്ടി വന്നപ്പോഴത്തേക്കും പോലീസുകാരൊക്കെ വന്ന് ആദ്യം പറഞ്ഞു, പിന്നെ ആരും പോകാൻ കൂട്ടാക്കിയില്ല. പിന്നെ ലാസ്റ്റ് അവർ ലാത്തി ചാർജായി, അങ്ങനെ എല്ലാവരും ചിതറി ഓടുക ചെയ്തത്. ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു. പിന്നെ എന്നെ പോലെയുള്ള സ്ത്രീകളും ഉണ്ടായിരുന്നു. അവർ ആദ്യമായിട്ട് നമ്മൾ പോലീസുകാരുമായിട്ട് അധികം അടുക്കാറൊന്നുമില്ല. ലാത്തി ചാർജ് കണ്ടതോടുകൂടി ബോധം കെട്ട് വീണ ആൾക്കാരുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ചുറ്റിലുള്ളവരൊക്കെ വീണുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കൊച്ചിനെ അടിക്കില്ലേ എന്ന് ഓർത്തൊരു കൊച്ചിനെ കൊണ്ട് ഓടി. ഞങ്ങളിവിടുന്ന് 13 വർഷം കഴിഞ്ഞ് മോൾക്കായിരുന്നു ഒരിക്കൽ ഒന്ന് ഈ വീട്ടിലൊന്ന് താമസിക്കുന്ന ഒരാഗ്രഹം. ഏതായാലും ഈ സ്കെൽട്ടൺ ബോഡി ആണെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ഇവൾക്ക് 12 വയസ്സുള്ളപ്പോൾ ഇവിടുന്ന് പോയതാണ്. ഇത് കൊണ്ടിട്ട വശം ആളുകൾക്കൊന്നും മനസ്സിലാവില്ല, വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, ഇറങ്ങി ഓടായിരുന്നു. ആളുകൾ കംപ്ലീറ്റ് ഇറങ്ങി ഓടി, തലവേദന, ഛർദി, അതുപോലെ തന്നെ പിന്നെ ശ്വാസതടസ്സം ഒക്കെ ആയിട്ട് ആളുകൾ ഇറങ്ങി. അവർ പിന്നെ അഭയം പ്രാപിച്ചത് അവിടെ അടുത്തുള്ള കരിമുകളിലെ പ്രൈമറി സ്കൂളിലും പ്രൈമറി ഹെൽത്ത് സെൻ്ററിലാണ്. 27 ലോറികൾ നിരയായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആളുകൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാതെ സ്വയം ഇറങ്ങി ഓടി. സത്യത്തിൽ കേരളത്തിലെ പരിസ്ഥിതി അഭയാർത്ഥികൾ എന്ന് പറയുന്നത് ആദ്യത്തെ ഇവരാണ്. മൂന്ന് പുഴ സംഗമിക്കുന്ന സ്ഥലമാണ്. ചമ്പക്കര കനാല്, ചിത്രപ്പുഴയാറ്, മനക്കത്തോട് പുഞ്ച. ത്രിവേണി സംഗമം എന്ന് പറയും. 3 പുഴകൾ സംഗമിക്കുന്ന സ്ഥലമായിരുന്നു. ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതേപോലെ ഒരു സുന്ദരമായൊരു സ്ഥലം കേരളത്തിൽ ഉണ്ടാവില്ലായിരുന്നു.